അവസാനിപ്പിക്കാമായിരുന്നു. പോരാ, എന്നോടൊപ്പം എന്റെ നന്മയിലും കൂട്ടുചേർന്ന് നിന്ന എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോൻ ആ മോനെ ചേർത്ത് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തുന്നു. ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹിസ്സലാം എന്നിട്ട് അവിടുന്ന് പറയുന്നതെന്താ? റബ്ബനാ, ഞങ്ങളുടെ ഉടമസ്ഥനായ രക്ഷിതാവേ, വജഅൽനാ മുസ്ലിമീന, ഞങ്ങളെ രണ്ടുപേരെയും നിനക്ക് വഴിപ്പെടുന്ന അനുസരണയുള്ള എളിമത്തമുള്ള റബ്ബേ, നിനക്ക് തൃപ്തിപ്പെട്ട അടിമകളായി ഞങ്ങളെ പരിഗണിക്കണം. തീർച്ചയായും നിങ്ങളിൽ ഒരാളുണ്ടായതിനെ അവന് യാതൊരു കുറ്റവുമില്ല, യാതൊരു അണിവുമില്ല. അവൻ എന്താണ് വന്നു കയറാൻ പോകുന്നത്, നാളെ എന്താണെന്നറിയില്ല. അതുകൊണ്ട് ഹജ്ജിലേക്ക് നിങ്ങൾ പൂർത്തി കാണിക്കൂ. എനിക്ക് അനുവദിച്ച സമയം കഴിഞ്ഞാൽ مع الصحة والعافية والسلامة يا رب العالمين. اللهم يسر لنا أمورنا مع راحة قلوبنا وأبداننا والسلامة والعافية في ديننا ودنيانا. اللهم كن لنا ولا تكن علينا يا رب العالمين. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. اللهم اغفر لنا وارحمنا ولوالدينا ربنا وارحمهما كما ربونا صغارا. ولمن له حق علينا ولجميع المؤمنين والمؤمنات. മാനായ അല്ലാഹുവേ, റഹീമായ റസൂലേ, ഞങ്ങളെ ഒരുമിച്ച് കൂടുതൽ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കണേ അല്ലാഹ്. ും പൊരുത്തത്തിലുമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സ്വീകാര്യോഗ്യമായ ഹജ്ജും ഉംറയും സിയാറത്തും നിർവഹിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇതിനുള്ള വഴികളെല്ലാം എളുപ്പമാക്കണേ അല്ലാഹ്. എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിത്തരണേ അല്ലാഹ്. അല്ലാഹുവയുടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെ കബൂലാക്കണേ അല്ലാഹ്. മനസ്സിന്റെ ഹാജത്തുകളെല്ലാം വീട്ടി കൊടുക്കണേ അല്ലാഹ്. സന്തോഷവും സമാധാനവും നൽകണേ അല്ലാഹ്. ദുനിയാവിനേക്കാൾ നാളെ ആഖിറം ഏറെ മെച്ചപ്പെട്ടതാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാഹ്. വേർപിരിയൽ പാപരഹിതമാക്കണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل على